ഇതാ ഇവിടെയാണ് പൊന്മുടിയിലെ സീതാതീർത്ഥം. വളരെ ചെറിയ ഒരു നീരുറവ. ഈ പ്രദേശമാകെ ഒരു വലിയ നീർത്തടമുണ്ടായിരുന്നു, ഒരു വലിയ കുളമുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഗോത്രവർഗ വിഭാഗക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്ന ഈ ചെറിയ നീർത്തടം മാത്രമാണ്. അവിടെ നിന്നുള്ള വെള്ളമാണ് അവർ പൊങ്കാലയ്ക്കായി ഉപയോഗിക്കുന്നത്. പൊന്മുടിയുടെ നെറുകയിലെ മനോഹരമായ പർവ്വത ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ അന്തരീക്ഷം തെളിഞ്ഞ ആയതുകൊണ്ടും ഇത്രയും മനോഹരമായ ദൃശ്യം നമുക്ക് പകർത്താൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രത്യേകത. വലിയൊരു ഭാഗ്യമാണത്. ഇതാണ് സീതാതീർത്ഥം. ഇപ്പോൾ ഇവിടെ നിന്നാണ് അവർ ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. ആളും ആരവവും ഒക്കെ കുറച്ച് സമയം വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമ്മൾ ഈ പിന്നിൽ കാണുന്നതാണ് സീതാതീർത്ഥം എന്ന് പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലം ഒരു വൻ കുളമായി കിടന്ന സ്ഥലമാണ്. അതായത് നടക്കുന്നുണ്ട്. ഈ ദിവസം മകരം 1-ാം തീയതി ദിവസം ഈ പാറയിൽ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ പൊങ്കാലയോടനുബന്ധിച്ച് പ്രത്യേക മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചില ആശുപത്രിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്ന ആൾക്കാർ പൊങ്കാലയിടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക മെഡിക്കൽ സംവിധാനമൊക്കെ ഒരുക്കുന്നുണ്ട്. അത് അവിടുത്തെ സേവാദൾ യൂണിറ്റാണ് ഇത്തരത്തിൽ ഒരു മെഡിക്കൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അഗസ്ത്യ ഫോറസ്റ്റ് സോണിലെ അഗസ്ത്യ വന മേഖലയിലെ സേവാദൾ പ്രവർത്തകരാണ്
അതിനെക്കുറിച്ച് വിനോദ്, അതിന്റെ പ്രവർത്തകനായ വിനോദ് പറയുന്നു. ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യം ആറ്റുകാൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്ത് മണക്കാടുള്ള ആറ്റുകാൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫുകളെല്ലാം എത്തിയിരിക്കുന്നത്. അതേപോലെ 2 ആംബുലൻസ് സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷത്തെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും, സ്ട്രെച്ചർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. സേവാഭാരതിയുടെ വനമേഖലയിലുള്ള യൂണിറ്റുകളിൽ നിന്നുള്ള വാളണ്ടിയേഴ്സ് ഈ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. 10-25ഓളം സേവന പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും നമ്മൾ സജ്ജീകരണമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരാളിന് ഒരു അത്യാഹിതം വന്നാൽ എത്ര സമയത്തിനകത്ത് നിങ്ങൾ ആംബുലൻസിനടുത്ത് എത്തിക്കും? ഇവിടുന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ട്രെച്ചർ, അതാണ് സ്ട്രെച്ചർ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ട്രെച്ചറിൽ ഞങ്ങൾ ആംബുലൻസ് കൊണ്ട് 2 വണ്ടി അതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വണ്ടി പോകുന്ന സമയത്തിന് എന്തെങ്കിലും പറ്റിയാലും അടുത്ത വണ്ടി ക്രമീകരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് എയ്ഡൊന്നും മാത്രമല്ല, അത്യാവശ്യമുള്ള മെഡിസിൻ എല്ലാം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ചെറിയ ചുമയ്ക്കും മറ്റു കാര്യത്തിനുള്ള കാര്യങ്ങളെല്ലാം വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കൊടുക്കുന്നുണ്ട്. BP ചെക്കപ്പ്, അതേപോലെ ഈ സൂര്യപ്രകാശം അടിച്ചെന്തെങ്കിലും തലചുറ്റലും മറ്റു വന്നാലുള്ള ഫസ്റ്റ് എയ്ഡ് എന്നിങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും ചെയ്യുന്നുണ്ട്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് വിനുകുമാറാണ്. ഞാൻ സേവാഭാരതിയുടെ വനമേഖലയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വരുന്നത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ. എന്താണ് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡ് പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാലും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ കൊടുക്കും. ഡോക്ടറെ പേരെന്ത് പറഞ്ഞു? ഡോക്ടർ സ്മൃതി. രാവിലെ എപ്പോഴും നിങ്ങൾ എപ്പോഴാണ് എത്തിയത് ഇവിടെ നിന്ന്? രാവിലെ അവിടെ നിന്ന് ഒരു 6:30 ആയിരുന്നു. ഇവിടെ എപ്പോൾ എത്തി? 10 മണി അടുപ്പിച്ച്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ, അതായത് പ്രഷർ, ഷുഗർ ഒക്കെ കുറഞ്ഞ പേഷ്യൻ്റ് വീഴുവാണെങ്കിൽ നമ്മൾ മെഡിസിൻസ്, ഫ്ലൂയിഡൊക്കെ ഇടുന്നുണ്ട്. അത്യാവശ്യം മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അല്ല, ഒരുപക്ഷെ കൂടുതലായാൽ അവർക്ക് ആംബുലൻസ് സംവിധാനം എന്തെങ്കിലും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? സംഘാടകർ 2 വണ്ടിയുണ്ട്. പറഞ്ഞോളൂ. എമർജൻസി കേസ് വരുന്നുണ്ടെങ്കിൽ സേവാഭാരതിയുടെ തന്നെ 2 ആംബുലൻസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബാക്കി പ്രൊസീജിയർ എല്ലാം ചെയ്തിട്ടുണ്ട്. എമർജൻസി ആയിട്ട് പെട്ടെന്ന് എത്തിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. എത്ര പേരുണ്ട് നിങ്ങൾ വോളണ്ടിയേഴ്സ്? വോളണ്ടിയേഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ അഡീഷണൽ ഒരു 4-5 പേരുടെ ഉണ്ട്. സ്ട്രെച്ചറും എല്ലാ സൗകര്യം, സ്ട്രെച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആംബുലൻസ് 2 താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്ര ആശുപത്രിയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളതും. ഇവിടെ വരുന്ന പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്ന ഭക്തർക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അതൊന്ന് പരിശോധിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആശുപത്രിക്കാരുടെ, അതായത് ആറ്റുകാൽ ക്ഷേത്ര ആശുപത്രിയുടെ ഒരു സേവാദൾ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ ഉപയോഗപ്രദമാണ്. അവിടെ നിരവധി പേർ വളരെ പുലർച്ചെ അല്ലെങ്കിൽ തലേ ദിവസമേ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നവരാണ്. അവരാണ് ഇവിടെ വന്ന് ഈ മെഡിക്കൽ സഹായം നേടുന്നത്. ഇപ്പോൾ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് ആൾക്കാർ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ആ ഒഴിഞ്ഞ സ്ഥലത്ത് വനപാലകരുടെ ഒരു ശ്രദ്ധ വരുന്നുണ്ട്. ഈ കാണുന്ന വനപാലകർ വന്നിട്ട് കാട്ടിൽ എല്ലാ പൊങ്കാല അടുപ്പുകളും പരിശോധിക്കുകയും തീയുടെ എന്തെങ്കിലും അംശം ബാക്കിയുണ്ടോ എന്ന് നോക്കുകയും വെള്ളം കൊണ്ടുവന്ന് ആ തീ മുഴുവൻ കെടുത്തുകയാണ്. കാരണം നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഒരു ചെറിയ തരി തീ കടന്നാൽ പോലും അത് കാട്ടുതീ ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് പൊങ്കാല അർപ്പിക്കാൻ വന്നവരെല്ലാം വീടുകളിൽ പോയതിനു ശേഷം വനപാലകർ വന്നിട്ട് ഈ എല്ലാ അടുപ്പുകളും പരിശോധിക്കുകയും അവിടെ ചെറിയ കനൽ പോലും അവശേഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ സംഘടിതമായിട്ടുള്ള ഒരു പൊങ്കാല ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്.